മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗണനയും ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ നിശബ്ദനാവുന്നിടത്ത് കാലം മറുപടി കൊടുക്കും. കണ്ണുകളെ വായിക്കാൻ പഠിക്കുക, കാരണം ചുണ്ടുകൾ പലപ്പോഴും കള്ളം പറയും. ഭക്തരെ, നിങ്ങളോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നത് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. രണ്ടാമത്തെ തവണ അതൊരു പാഠവും. ഭക്തരെ, ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരായുധമായി മാറുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനകളും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. സ്വന്തമായി നിലപാടുള്ളവർക്കേ ശത്രുക്കളുണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. ആയതിനാൽ വിജയിക്കാൻ പരിശ്രമിക്കുക. വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത കോട്ടയാണിത്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.